PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നടക്കാൻ പോകുന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടി കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാംനികോം വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1967 അറ്റ് വാംനികോം വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1967 അറ്റ് ഉത്തരം പൂനെ. വാംനികോം മീൻസ് വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. വാംനികോം ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പൂനെയിലാണ്. 1967 ഏപ്രിലാണ് വാംനികോം എസ്റ്റാബ്ലിഷ് ചെയ്തത്. വാംനികോം കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് വാംനികോമിൻ്റെ ഒരു പബ്ലിക്കേഷനാണ്. ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ദ ഇയർ. The Insolvency and Bankruptcy Code came into force in the year ഉത്തരം 2016. 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വരുന്നത്. The electronic image of a paper check is known as. The electronic image of a paper check is known as. ഉത്തരം ട്രങ്കേറ്റഡ് ചെക്ക്. പേപ്പർ ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജിനെ ട്രങ്കേറ്റഡ് ചെക്ക് എന്നാണ് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 6 ചെക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. 6A ഇലക്ട്രോണിക് ചെക്കിനെ ഡിഫൈൻ ചെയ്യുന്നു. 6B ട്രങ്കേറ്റഡ് ചെക്കിനെ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ NI ആക്ടിൻ്റെ സെക്ഷൻ 6B ട്രങ്കേറ്റഡ് ചെക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദ ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ പേപ്പർ ചെക്ക് ഈസ് നോൺ ആസ് ട്രങ്കേറ്റഡ് ചെക്ക്. ഹു ഇൻട്രഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. Who introduced the concept management by objective? ഉത്തരം പീറ്റർ എഫ് ഡ്രക്കർ. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ MBO എന്ന കൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്ത ആളാണ് പീറ്റർ എഫ് ഡ്രക്കർ. The rate at which RBI borrows money from banks is called. The rate at which RBI borrows money from banks is called. ഉത്തരം റിവേഴ്സ് റീപ്പോ റേറ്റ്. ബാങ്കുകളിൽ നിന്ന് RBI ബോറോ ചെയ്യുന്ന റേറ്റ്, ആ റേറ്റിനെ റിവേഴ്സ് റീപ്പോ റേറ്റ് എന്നാണ് പറയുന്നത്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ ബോഡി ഓഫ് SCU ഷാൽ ബി ഡാഷ് ഇയേഴ്സ്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ ബോഡി ഓഫ് SCU ഷാൽ ബി ഡാഷ് ഇയേഴ്സ്. ഉത്തരം 5 years ആണ്. SCUവിൻ്റെ ജനറൽ ബോഡി മെമ്പേഴ്സിൻ്റെ കാലാവധി 5 വർഷമാണ്. The liquidator shall complete the winding up proceedings within a period of dash from the date of his appointment. The liquidator shall complete the winding up proceedings within a period of dash from the date of his appointment. ഉത്തരം 2 years. ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. Any dispute arising in the affairs of the cooperative society shall be decided by. Any dispute arises in the affairs of a cooperative society shall be decided by. ഉത്തരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കൈകാര്യം ചെയ്യുന്നത്. രജിസ്ട്രാർ മോണിറ്ററി ഡിസ്പ്യൂട്ടും. അപ്പോൾ എനി ഡിസ്പ്യൂട്ട് എറൈസസ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. Every cooperative society shall transfer an amount not less than dash percentage of its net profit to the reserve fund. Every cooperative society shall transfer an amount not less than dash percentage of its net profit to the reserve fund. ഉത്തരം 15%. എല്ലാ സഹകരണ സംഘങ്ങളും അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ടാണ് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നോട്ട് എക്സീഡിങ് 5% ആണ്. മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് 10%, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% വരുന്നത്. ഹൂ ഷാൽ ബി ദ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദ സൊസൈറ്റി. ഹൂ ഷാൽ ബി ദ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദ സൊസൈറ്റി. സംഘത്തിൻ്റെ ക്യാഷ് സെക്യൂരിറ്റീസും മറ്റ് പ്രോപ്പർട്ടീസിൻ്റെയും കസ്റ്റോഡിയൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം സെക്രട്ടറിയാണ്. സെക്രട്ടറി ഷാൽ ബി ദ കസ്റ്റോഡിയൻ ഓഫ്
cash securities and other properties of the society. The National Cooperative Housing Federation of India was set up in the year. The National Cooperative Housing Federation of India was set up in the year. ഉത്തരം 1969. 1969 നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ നാഷണൽ ലെവലിലുള്ള ഹൗസിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. ഡാഷ് ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഉത്തരം NCCF. നാഷണൽ ലെവലിലുള്ള അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് NCCF ആണ്. കേരളത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് കൺസ്യൂമർ ഫെഡാണ്, KCCF ആണ്. ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ വാസ് രജിസ്റ്റേർഡ് അറ്റ്. ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ വാസ് രജിസ്റ്റേർഡ് അറ്റ്. ഉത്തരം അലഹബാദ് ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. ദ ഫസ്റ്റ് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് അറ്റ്. ദ ഫസ്റ്റ് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് അറ്റ്. ഉത്തരം ബോംബെ. ഫസ്റ്റ് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് കോൺഗ്രസ് ബോംബെയിലാണ് ഹെൽഡ് ചെയ്തത്. ഇൻ വിച്ച് 5-year പ്ലാൻ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇൻ വിച്ച് 5-year പ്ലാൻ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഉത്തരം തേർഡ് 5-year പ്ലാൻ. NCCF നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1965 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1966. The committee headed by recommended the principle one man one vote. The committee headed by recommended the principle one man one vote. One man one vote എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുത്ത കമ്മിറ്റിയാണ് മക്ലഗാൻ കമ്മിറ്റി. മക്ലഗാൻ കമ്മിറ്റിയാണ് ഇമ്പീരിയൽ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. 1914 ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു. 1915 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. വൺ മാൻ വൺ വോട്ട് എന്നത് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷനാണ്. ദ കൺട്രി ഇൻ വിച്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഫസ്റ്റ് ഒറിജിനേറ്റഡ്. ദ കൺട്രി ഇൻ വിച്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഫസ്റ്റ് ഒറിജിനേറ്റഡ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആദ്യം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ജന്മനാട് ചോദിക്കുകയാണെങ്കിൽ അത് ജർമ്മനിയാണ്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഡെൻമാർക്കാണ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഇംഗ്ലണ്ടിലാണ് ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റിയും ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റിയും ഒക്കെ ഫോം ചെയ്തത്. ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റി റോക്ക്ഡെയിൽ പയനിയർ ഇക്വിറ്റബിൾ സൊസൈറ്റിയാണ്. 1844 ഫോം ചെയ്തത്. ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഓർ ICA വാസ് ഫോംഡ് ഇൻ ദ ഇയർ. ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ. ഉത്തരം 1895. റിപ്പീറ്റഡായി ചോദിക്കുന്നത് തന്നെയാണ്. ICA ഫോം ചെയ്ത വർഷം 1895 ഓഗസ്റ്റ് 19. IRDAI headquarters is located at. IRDAI headquarters is located at. IRDAI means Insurance Regulatory Development Authority of India ആണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലാണ്. IRDAI ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഹൈദരാബാദിലാണ്. A demand draft is valid for a period of. A demand draft is valid for a period of. ഉത്തരം 3 months. ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെയും ചെക്കിൻ്റെയും ഒക്കെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. ഡിപ്രീസിയേഷൻ ഡ്യൂ ടു ചേഞ്ച് ടെക്നോളജി ഓർ ചേഞ്ച് ഇൻ ഫാഷൻ ഈസ് കോൾഡ്. ഡിപ്രീസിയേഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെക്നോളജി ഓർ ചേഞ്ച് ഇൻ ഫാഷൻ ഈസ് കോൾഡ്. ഉത്തരം ഒബ്സലസൻസ്. ടെക്നോളജിയിൽ വന്ന മാറ്റം അല്ലെങ്കിൽ ഫാഷനിലുണ്ടായ മാറ്റം കാരണമുള്ള ഡിപ്രീസിയേഷനെ നമ്മൾ ഒബ്സലസൻസ് എന്നാണ് പറയുന്നത്. Expenses incurred for the installation of machinery is debited to. Expenses incurred for the installation of machinery is debited to. മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് എവിടെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഉത്തരം മെഷീനറി അക്കൗണ്ട്. അത് മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ദ ടേം ഡിപ്ലഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് അസറ്റ്. ദ ടേം ഡിപ്ലഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് അസറ്റ്. ഉത്തരം വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റുമായി ബന്ധപ്പെട്ട, വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ
മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്സ് ഇതൊക്കെയാണ്. ഇവയുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടേമാണ് ഡിപ്ലഷൻ. ദ ടേം ഡിപ്ലഷൻ ഈസ് റിലേറ്റഡ് വിത്ത് വേസ്റ്റിംഗ് അസറ്റ്. ബേസ്ഡ് ഓൺ ഡാഷ് കോൺസെപ്റ്റ്, നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ട്. ബേസ്ഡ് ഓൺ ഡാഷ് കോൺസെപ്റ്റ്, നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്. ഉത്തരം മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളതല്ല. എ ബഡ്ജറ്റ് ദാറ്റ് ഗീവ്സ് എ സമ്മറി ഓഫ് ഓൾ ദ ഫങ്ഷണൽ ബഡ്ജറ്റ് ഈസ് കോൾഡ്. എ ബഡ്ജറ്റ് ദാറ്റ് ഗീവ്സ് എ സമ്മറി ഓഫ് ഓൾ ദ ഫങ്ഷണൽ ബഡ്ജറ്റ് ഈസ് കോൾഡ്. ഉത്തരം മാസ്റ്റർ ബഡ്ജറ്റ്. എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെയും സമ്മറി, അതിനെ മാസ്റ്റർ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. If the current ratio is 2:1 and working capital is 60,000, what is the value of the current asset? കറണ്ട് റേഷ്യോ 2:1 ആണെന്ന് തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് റേഷ്യോ 2:1 ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഡബിളാണ്. വർക്കിംഗ് ക്യാപിറ്റൽ 60,000 ആണെന്ന് തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇവിടെ ചോദ്യം കറണ്ട് അസറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം 1,20,000. കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വിച്ച് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള? വിച്ച് ഈസ് ദി അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള? ഉത്തരം ഹാൻഡെക്സ്. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അപ്പെക്സ് സൊസൈറ്റിയാണ് ഹാൻഡെക്സ്. ഹാൻഡെക്സ് ഫോം ചെയ്തത് 1961. ദ NCCT വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ദ NCCT വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഉത്തരം 1976. 1976 NCCT ഫോം ചെയ്തത്. NCCT ഫോർ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത്. പെരിയാർ മിക്സ്ചർ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഡാഷ്. പെരിയാർ മിക്സ്ചർ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഡാഷ്. ഉത്തരം റബ്ബർ മാർക്ക്. റബ്ബർ മാർക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ് പെരിയാർ മിക്സ്ചർ എന്ന് പറയുന്നത്. കേരള ജൈവ, ഭാരത് ജൈവ, പെരിയാർ മിക്സ്ചർ ഇതെല്ലാം റബ്ബർ മാർക്കിൻ്റെ പ്രോഡക്റ്റുകളാണ്. ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം ഈസ് സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. The Cooperative Revival Fund Scheme is Section Dash of KCS Act. ഉത്തരം സെക്ഷൻ 57E. സെക്ഷൻ 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്നത്. 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ടാണ്. 57C കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം. 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. 57A കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57E. കേരള കോപ്പറേറ്റീവ് അമെൻമെൻറ്റ് ആക്ട് 2023 വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. കേരള കോപ്പറേറ്റീവ് അമെൻമെൻറ്റ് ആക്ട് 2023 വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഉത്തരം 2024 ജൂൺ 7. 2024 ജൂൺ 7 കേരള കോപ്പറേറ്റീവ് അമെൻമെൻറ്റ് ആക്ട് 2023 നിലവിൽ വരുന്നത്. ഭാരതീയ മഹിളാ ബാങ്ക് മേർജ്ഡ് ഇൻറ്റു. ഭാരതീയ മഹിളാ ബാങ്ക് മേർജ്ഡ് ഇൻറ്റു. ഉത്തരം SBI. ഭാരതീയ മഹിളാ ബാങ്ക് SBIയിലാണ് മേർജ് ചെയ്തത്. 2017 ഭാരതീയ മഹിളാ ബാങ്കും 5 അസോസിയേറ്റ് ബാങ്കുകളും SBIയിൽ മേർജ് ചെയ്തത്. അപ്പം 2017 6 ബാങ്കുകൾ SBIയിൽ മേർജ് ചെയ്തു. 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും. The Blue Revolution is related with. The Blue Revolution is related with. ഉത്തരം ഫിഷ് ആൻഡ് മറൈൻ പ്രൊഡക്റ്റ്. മത്സ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലൂ റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് ആണ്. പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ടേമാണ് വൈറ്റ് റെവല്യൂഷൻ. യെല്ലോ റെവല്യൂഷൻ ഓയിൽ ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. A new satellite, NISAR, is a joint Earth observing mission between which two space agencies? A new satellite, NISAR, is a
ജോയിൻറ്റ് എർത്ത് ഒബ്സർവിംഗ് മിഷൻ ബിറ്റ്വീൻ വിച്ച് ടു സ്പേസ് ഏജൻസീസ്? ഉത്തരം ISRO ആൻഡ് നാസ. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച സാറ്റലൈറ്റാണ് നിസാർ. ഹൂ ഈസ് കോൾഡ് ഫാദർ ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഹൂ ഈസ് കോൾഡ് ഫാദർ ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഉത്തരം MS സ്വാമിനാഥൻ. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. The annual statement of accounts of each year shall be prepared by the chief executive within -1 from the date of the close of the financial year. The annual statement of accounts of each year shall be prepared by the chief executive within -months from the date of the close of the financial year. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് എത്ര മാസത്തിനുള്ളിലാണ് ചീഫ് എക്സിക്യൂട്ടീവ് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഉത്തരം 1 മന്താണ്. 1 മന്തിനുള്ളിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് 1 മന്തിനുള്ളിലാണ് ചീഫ് എക്സിക്യൂട്ടീവ് എല്ലാ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്തിട്ട് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ടത്. മാനേജിംഗ് കമ്മിറ്റി 15 ദിവസത്തെ സമയമെടുത്ത് അത് ചെക്ക് ചെയ്യും. അതിനുശേഷം ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യും. ഓഡിറ്റർ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. ദ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് as per section 63 shall complete the audit within -months from the date of receipt of the documents. The auditor or auditing firms appointed as per section 63 shall complete the audit within -months from the date of receipt of the statements. ഉത്തരം 90 days. 15 ദിവസത്തെ സമയമെടുത്ത് മാനേജിംഗ് കമ്മിറ്റി ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെരിഫൈ ചെയ്യും. അതിനുശേഷം ഓഡിറ്റർക്ക് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് കൈമാറും. ഓഡിറ്റർ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലാണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. റൂൾ ഡാഷ് ഓഫ് KCS ആക്ട് ഈസ് മെൻഷൻഡ് അബൌട്ട് ദ ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. റൂൾ ഡാഷ് ഓഫ് KCS റൂൾ ഈസ് മെൻഷൻഡ് അബൌട്ട് ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഉത്തരം 15AA. റൂൾ 15AA ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറയുന്നത്. ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് ചോദിച്ചാൽ അത് സെക്ഷൻ 74A ആണ്. 74Aയും റൂൾ 15AA അത് ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ചാണ് പറയുന്നത്. ദ മിനിമം അഫിലിയേഷൻ ഫീ പേയബിൾ ഈസ് റുപ്പീസ് ഡാഷ്. ദ മിനിമം അഫിലിയേഷൻ ഫീ പേയബിൾ ഈസ് റുപ്പീസ് ഡാഷ്. ഉത്തരം 100. മിനിമം അഫിലിയേഷൻ ഫീ എന്ന് പറയുന്നത് 100ഉം മാക്സിമം 2000 രൂപയാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫിലിയേഷൻ ഫീസ് കണക്കാക്കുന്നത്. അഫിലിയേഷൻ ഫീസിൻ്റെ മിനിമം 100 രൂപ, മാക്സിമം 2000. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ഈസ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ഈസ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ്. ഉത്തരം റൂൾ 53A. റൂൾ 53A കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. റൂൾ 53 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടാണ്. റൂൾ 53 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. റൂൾ 53A കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. ദ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 8 സബ്സെക്ഷൻ 2 ഓഫ് KCS ആക്ട് ഷാൽ ബി ഇൻ ഫോം നമ്പർ ഡാഷ്. The duplicate registration certificate to be issued by the registrar under section 8 subsection 2 of KCS Act shall be in form number dash. ഉത്തരം ഫോം നമ്പർ 3A. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3യിലും ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3Aയിലുമാണ്. ഇനി പേര് ചേഞ്ച് ആവുന്ന കേസിൽ സെക്ഷൻ 10(2) അനുസരിച്ച് രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3Bയിലാണ്. എ മെമ്പർ ഷാൽ ഹോൾഡ് നോട്ട് മോർ ദാൻ ഡാഷ് ഓഫ് ദ ടോട്ടൽ ഷെയർസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എ മെമ്പർ ഷാൽ ഹോൾഡ് നോട്ട് മോർ ദാൻ ഡാഷ് ഓഫ് ദ ടോട്ടൽ ഷെയർസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം 1/5. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ ഷെയർസിൻ്റെ 5/1 ഭാഗം മാത്രമേ ഒരു മെമ്പർ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കേസിലാണെങ്കിൽ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 5% മാത്രമാണ് ഒരു ഇൻഡിവിജ്വൽ മെമ്പർക്ക് കൈവശം വയ്ക്കാവുന്നത്. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഷാൽ ബി കം അണ്ടർ ഡാഷ് കാറ്റഗറി ഇൻ റൂൾ 15. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഷാൽ ബി കം അണ്ടർ ഡാഷ് കാറ്റഗറി ഇൻ റൂൾ 15. ഉത്തരം മിസലേനിയസ്.
സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്നത് റൂൾ 15 പ്രകാരം മിസലേനിയസ് സൊസൈറ്റീസാണ്. മിസലേനിയസ് സൊസൈറ്റീസിൻ്റെ അതേഴ്സിൽ കൂട്ടിച്ചേർത്തതാണ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസും. അപ്പോൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി റൂൾ 15 പ്രകാരം എന്ത് ടൈപ്പ് സൊസൈറ്റിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മിസലേനിയസ് സൊസൈറ്റിയാണ്. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് സർചാർജ്? വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് സർചാർജ്? ഉത്തരം സെക്ഷൻ 68. KCS ആക്ടിൻ്റെ സെക്ഷൻ 68 സർചാർജിനെ കുറിച്ച് പറയുന്നത്. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളത് രജിസ്ട്രാർക്കാണ്. അപ്പോൾ സെക്ഷൻ 68 സർചാർജിനെ കുറിച്ച് പറയുന്നത്. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് സർചാർജ്? ഉത്തരം സെക്ഷൻ 68 ആണ്. ആസ് പെർ റൂൾ 2 സബ് റൂൾ H പേഴ്സൺ ഇൻക്ലൂഡ്സ് ഡാഷ്. ആസ് പെർ റൂൾ 2 സബ് റൂൾ H പേഴ്സൺ ഇൻക്ലൂഡ്സ് ഡാഷ്. ഉത്തരം ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ KCS ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പേഴ്സൺ എന്ന് പറയുന്നത്. പേഴ്സണെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ H. കോമൺ സോഫ്റ്റ്വെയർ ഫോർ പാക്സ് ഈസ് ഡിഫൈൻഡ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. കോമൺ സോഫ്റ്റ്വെയർ ഫോർ പാക്സ് ഈസ് ഡിഫൈൻഡ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. ഉത്തരം സെക്ഷൻ 2 സബ്സെക്ഷൻ DB. പാക്സിൻ്റെ കോമൺ സോഫ്റ്റ്വെയറിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ DBയിലാണ്. മൾട്ടിപർപ്പസ് സൊസൈറ്റീസ് ആർ അതർവൈസ് കോൾഡ് ഡാഷ്. മൾട്ടിപർപ്പസ് സൊസൈറ്റീസ് ആർ അതർവൈസ് കോൾഡ് ഡാഷ്. ഉത്തരം പോളിവാലൻറ്റ് സൊസൈറ്റീസ്. പോളിവാലൻറ്റ് എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ് ആണെങ്കിൽ അത് യൂണിവാലൻറ്റ് എന്ന് പറയും. മൾട്ടിപർപ്പസ് സൊസൈറ്റീസിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് സരയ്യ കമ്മിറ്റി അല്ലെങ്കിൽ 1945 പ്ലാനിംഗ് കമ്മിറ്റി. മൾട്ടിപർപ്പസ് സൊസൈറ്റീസിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി പ്ലാനിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സരയ്യ കമ്മിറ്റിയാണ്. എന്നാൽ സിംഗിൾ പർപ്പസ് സൊസൈറ്റീനെ റെക്കമെൻഡ് ചെയ്തത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ്. മൾട്ടിപർപ്പസ് സൊസൈറ്റീസിനെയാണ് പോളിവാലൻറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സിംഗിൾ പർപ്പസ് സൊസൈറ്റീസിനെ യൂണിവാലൻറ്റ് എന്ന് പറയും. The cash and fund flow analysis helps in understanding the movement of. The cash and fund flow analysis helps in understanding the movement of. ഉത്തരം ക്യാഷ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫണ്ട് ഫ്ലോ അനാലിസിസ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി? വാട്ട് ഈസ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി? ഉത്തരം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള വ്യത്യാസമാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഈവൻ സെയിൽസ്. മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ബട്ടർ ബിസിനസ് ഈസ് ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ വിച്ച് കൺട്രി? ബട്ടർ ബിസിനസ് ഈസ് ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ വിച്ച് കൺട്രി? ഉത്തരം അയർലൻഡ്. അയർലൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള പബ്ലിക്കേഷനാണ് ബട്ടർ ബിസിനസ്. അഗ്രികൾച്ചറൽ കോർപ്പറേഷന് പേരുകേട്ട സ്ഥലമാണ് അയർലൻഡ്. ഹൊറസ് പ്ലങ്കറ്റ് ആണ് ഫാദർ ഓഫ് അയർലൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ് ഇത് ഹൊറൈസ് പ്ലങ്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കോട്ടാണ്. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. കോപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ് എ റിസൾട്ട് ഓഫ് ഗവൺമെൻറ് പോളിസി എന്ന് പറഞ്ഞതും ഹൊറൈസ് പ്ലങ്കറ്റാണ്. കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന് അഭിപ്രായപ്പെട്ടതും ഹൊറൈസ് പ്ലങ്കറ്റാണ്. അയർലൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാണ് ഹൊറൈസ് പ്ലങ്കറ്റ്. ബട്ടർ ബിസിനസ് എന്ന മാഗസിൻ അയർലൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 50 ചോദ്യങ്ങളുടെ ഒരു ചെറിയ റിവിഷനാണ് നമ്മൾ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.